ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ആൽബിൻ ബോവസ്, കണ്ണൂർ പുതിയങ്ങാടി അസംബ്ലീസ് ഗോഡ് സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 34 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 23 യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന വാക്യത്തോടുകൂടി സങ്കീർത്തനം ആരംഭിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചനവധിയായ കരുതൽ, സ്നേഹം ഈ സങ്കീർത്തനത്തോടെ വർണ്ണിക്കുകയാണ്. യഹൂദ മലപ്രദേശത്തെ ആ ആട്ടിടൻ്റെ ഓർമ്മകളെ നൽകുവാൻ താൻ ഉപയോഗിച്ച കവണയോ പൊക്കണമോ വടിയോ ആ ഗായകൻ്റെ വീണയോ കിന്നരമോ ഇസ്രായേലിനെ ഭരിച്ച ആ രാജാവിൻ്റെ കിരീടമോ ചെങ്കോലോ ഒന്നും ഇന്ന് അവശേഷിച്ചിട്ടില്ല. ദാവീദ് പാർത്തിരുന്ന അരമനയുടെ കല്ലുകളിൽ ഒരെണ്ണമെങ്കിലും അവിടെ ഉണ്ടോ എന്നതും സംശയമാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവനിൽ ചായച്ചെയ്യ സങ്കീർത്തനം മാനവ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ കുളിർമ പകരുന്നു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹവും കരുതലും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ നമുക്ക്, നമ്മുടെ തലമുറകൾക്ക് ദൈവസ്നേഹത്തെ ഓർത്തിരിക്കുവാൻ വിധം എന്ത് മാതൃകയാണ്, എന്ത് ഓർമ്മകളാണ് നൽകിയിട്ട് പോകാനുള്ളത്. 1 വാക്യം ഇടയൻ്റെ വൃത്തികളെ വർണ്ണിക്കുന്നത്. 1. എൻ്റെ എല്ലാ ആവശ്യവും അറിഞ്ഞ് നിറവേറ്റുന്ന ഇടയൻ. തൻ്റെ ജീവിതത്തിൽ ചാലിച്ചെഴുതിയ ഈ സങ്കീർത്തനം ഇടയനും ആടും തമ്മിലുള്ള യഹോവയായ ദൈവവും ജനവും ആയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു, ഇവിടെ വിവരിക്കുന്നു. പുതിയ നിയമത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 11, 14 വാക്യങ്ങൾ ഈ സങ്കീർത്തനം ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നല്ല ഇടയനായ ദൈവവും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് തക്ക സമയങ്ങളിൽ എല്ലാം നൽകുന്നു. 2. നല്ല ഇടയനായ ദൈവം എനിക്ക് സ്വസ്ഥതയും നവചൈതന്യവും നൽകുന്നു. പച്ചയായ പുൽപ്പുറങ്ങൾ സ്വസ്ഥതയുള്ള നദിക്കരികിലേക്ക് എന്നെ നയിക്കുന്നു. ഇടയനറിയാം തൻ്റെ ആടുകൾക്ക് എവിടെ പുല്ല് ലഭിക്കുമെന്ന്. അതിരാവിലെ ഇടയൻ ആടുകളെയും കൊണ്ട് മേച്ചിൽപ്പുറത്തേക്ക് പോകുന്നു. മഞ്ഞുതുള്ളികൾ പൊടിച്ചു നിൽക്കുന്ന പുല്ലുകൾ ആടിന് ഇഷ്ടമാണ്. കഠിന വെയിലും ചൂടും വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷിച്ച പുല്ല് ദഹിക്കുവാൻ തക്കവണ്ണം അയവറക്കുവാനും തണലുള്ള പച്ചപ്പുൽപ്പുറത്ത് കിടത്തുന്നു. അതുമാത്രമല്ല, നിശ്ചലമായ ജലനദികളിലേക്ക് കൊണ്ടുപോയി ദാഹമകറ്റുന്നു. ഒഴുക്കുള്ള ജലം ആടിന് പേടിയാണ്. ആടിൻ്റെ പരിമിതി മനസ്സിലാക്കി പരിപോഷിപ്പിക്കുന്നു. നമ്മുടെ ദൈവം ഒരു ഇടയനെ പോലെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മെ പരിപോഷിപ്പിക്കുന്നു. 3 പറയുന്നത്, എനിക്ക് വഴി കാണിച്ചു തരുന്നു, എൻ്റെ പ്രാണനെ സംരക്ഷിക്കുന്നു. 3 വാക്യം ആടുകളുടെ മേച്ചിൽ സ്ഥലം മലയുടെ മറുവശത്തോ മറ്റൊരു മലയിലോ ആയിരിക്കും. അവിടേക്കുള്ള വഴിത്താര വ്യക്തമായി അറിയില്ലെങ്കിൽ അത് ചെന്നെത്തുന്നത് കിഴക്കാറായ കൊക്കയിലേക്കാവും. ഇടയനായ ദൈവം നമ്മുടെ മുമ്പിലായി നടന്ന് നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. 4. ദൈവം സുരക്ഷിതത്വം നൽകുന്നു. 4 വാക്യം കൂരിരുൾ താഴ്വരയ്ക്കിടെ കിടക്കേണ്ടി വരുന്ന സന്ദർഭം ജീവിതത്തിൽ കടന്നു വരും. താഴ്വരകളിൽ വന്യമൃഗം ഉണ്ടായിരിക്കും, കള്ളന്മാരും കവർച്ചക്കാരും ഉണ്ടായിരിക്കും. എന്നാൽ ഇടയൻ്റെ കയ്യിലുള്ള വടിയും കോലും ആശ്വാസം നൽകുന്നു. 1. വന്യമൃഗങ്ങളെ ആട്ടിയോടിച്ച് സംരക്ഷണം നൽകുന്നു. മറ്റൊന്ന്, മരച്ചില്ലകളിൽ ഒടിച്ച് ഭക്ഷണം നൽകുവാനും പാതയിൽ മുന്നോട്ട് നയിക്കുവാനും ഉപയോഗിക്കാനും. അവസാനമായി, ദൈവം എൻ്റെ ആയുധനാണ്, എനിക്ക് പ്രത്യാശ നൽകുന്നു. 5, 6 വാക്യങ്ങൾ അവർ എനിക്ക് വിരുന്നൊരുക്കുന്നു. നന്മയും കരുണയും എന്നെ പിന്തുടരുന്നു. എൻ്റെ മുമ്പിൽ ഇടയനായി യഹോവയുണ്ട്. പിൻപിൽ 2 വേട്ടപ്പട്ടികളെ പോലെ നായയും കരുണയും ഉണ്ട്. ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ദൈവം എന്നെ ജയോത്സവമായി നടത്തുന്നു. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും. ഈ ഇടയൻ എന്നെ സൗഖ്യമാക്കും, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഈ ഇടയനെ പൂർണ്ണമായും തൃപ്തിയിൽ നയിക്കും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഇടയൻ ദീർഘായുസ്സോടെ എന്നെ പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ അഭയം തരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂരിരുൾ മൂടിയ ജീവിതത്തിൽ അനുഭവങ്ങളിൽ ഇടയനായി ഞങ്ങളെ നയിക്കണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ.